മറ്റൊരു കാര്യം ഇപ്പോൾ നമുക്കിത് കാണാം, നദിയോട് ചേർന്നാണ് ഈ പരിശോധന ഇപ്പോൾ അവിടെ നടക്കുന്നത്. ബൈജു നേരത്തെ കാണിച്ചു, അതൊരു റോഡിന് തൊട്ടടുത്താണ്. റോഡിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുമാണ്. ഈ നേരത്തെ ബൈജു പറഞ്ഞ ഈ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയിലുള്ള പരിശോധന, അത് കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ നടത്താനാകൂ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഇപ്പോൾ പോലീസിന്റെയോ മറ്റോ സുരക്ഷിത കാര്യങ്ങൾ അവിടെ സുരക്ഷ ഒരുക്കിയിട്ടില്ല എന്നുള്ളതല്ലേ? അങ്ങനെയെങ്കിൽ അവിടെ അവർക്ക് വേണമെങ്കിൽ പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള ഒക്കെ സമയം ഈ അങ്ങനെ കടന്നു പോവുകയല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടോ? അതോ അവിടെ പോലീസ് ബന്ദോബസ്ത് ഉണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ ആരോപിച്ച സ്ഥലങ്ങളിലൊക്കെ? അശ്വതി, സ്വാഭാവികമായി ഉയരുന്ന സംശയമാണത്. പക്ഷേ എല്ലാ പ്രദേശങ്ങളും, അതായത് സാക്ഷി പറഞ്ഞ എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ SITയുടെ നിരീക്ഷണത്തിലാണ്. അതുകൂടാതെ സാക്ഷി മൊഴി നൽകിയ പ്രതികളുണ്ട്. അതായത് ഇയാളെ ഈ ദൗത്യം ഏൽപ്പിച്ചവർ അവരും SITയുടെ നിരീക്ഷണത്തിലാണ്. ഏതായാലും അവരെ ആരും ഇതുവരെ ചോദ്യം ചെയ്യാനോ അത്തരം നടപടികളിലേക്ക് SIT സംഘം കടന്നിട്ടില്ല. പക്ഷേ അവരെല്ലാം SITയുടെ നിരീക്ഷണത്തിലാണ്. ഒരുപക്ഷെ തെളിവുകൾ ശേഖരിക്കുക ആദ്യം തന്നെ അതായിരിക്കും SIT ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം മംഗളൂരുവിലും ബൽത്തങ്ങാടിയിലും ഇത്തരത്തിലുള്ള ക്യാമ്പ് ഓഫീസുണ്ട്, അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ എത്ര പരാതികൾ വരുന്നു, ആ പരാതിക്കാരുടെ DNA പരിശോധന എടുക്കുക. ഇവിടെ നിന്നും ലഭിക്കുന്ന കൂടുതൽ അസ്ഥികളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ അത് ഈ DNA-യുമായി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വഴി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. ഇങ്ങനെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും. കൃത്യമായി ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ആ പോയിന്റിൽ തന്നെ പരിശോധന നടത്തുക. വീണ്ടും വീണ്ടും അദ്ദേഹം ആ മുൻ ജീവനക്കാരൻ നൽകുന്ന മൊഴികളനുസരിച്ച് വീണ്ടും വീണ്ടും പരിശോധന നടത്തുക. ആ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇതിൽ നിർണായകമാവുക ഇപ്പോൾ നടക്കുന്ന ഈ മണിക്കൂറിൽ നടക്കുന്ന ധർമ്മസ്ഥലയിലെ പരിശോധന തന്നെയായിരിക്കും. അത് ഇനി എത്ര ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നോ അതൊക്കെ ഇനി ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത്. ഇന്നലെ 6-ൽ നിന്നും ലഭിച്ച ഇത് സംബന്ധിച്ച് ആ അസ്ഥികൂടവും മറ്റ് ഒരു തലയോട്ടിയും ലഭിച്ച സംബന്ധിച്ച് പോലും ഔദ്യോഗികമായി SIT ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. അത് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കൃത്യമായി കാണുകയും അങ്ങനെയാണ് അത് ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നത്. പിന്നീട് അഭിഭാഷകനായ മഞ്ജുനാഥ ഇത് സംബന്ധിച്ച് സത്യമേവ ജയതേ, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന ഇത്ര വാക്കുകൾ മാത്രമുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അതിനൊരു സ്ഥിരീകരണം വന്നത്. പക്ഷേ അതിന് ശേഷമോ അതിന് മുൻപോ, അതായത് 4-ലും 5-ലും പല കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ അതെല്ലാം SIT നിഷേധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ആ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിടാൻ തയ്യാറല്ല. എന്തായാലും 95 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിലെ ഒരു വലിയ തോതിലുള്ള കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ കാണുന്നത്. അതിന് സാക്ഷിയുടെ മൊഴി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളും പുറത്തു വരുന്നു. കൂടുതൽ തെളിവുകൾ ഇപ്പോൾ എന്തെല്ലാം പുറത്തു വന്നിട്ടുണ്ട്, ഇനി എത്ര തെളിവുകൾ പുറത്തു വരാനുണ്ട്, അതെല്ലാം ഇതിൽ നിർണായകമാണ്. SITയുടെ അന്വേഷണം അതീവ രഹസ്യമായിട്ടാണ്, ഒരു വിവരങ്ങളും പോലും പുറത്ത് വിടാത്ത രീതിയിലുള്ളതാണ്. എന്നാലും ഈ പരിശോധന പൂർത്തിയാകുമ്പോഴേക്കും ഇതിലൊരു കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിശോധനയിൽ വരുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭൂപ്രകൃതിയിൽ മാറ്റം വന്നേക്കാം. കാരണം 2014 മുൻപ് 2014 ഇയാൾ അവിടെ ജോലി ഉപേക്ഷിക്കുന്നത്. അപ്പോൾ 2014 വരെ നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആ സമയത്ത് കുഴിച്ചിട്ട സ്ഥലങ്ങളാണ് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും അത് മാർക്ക് ചെയ്ത് പരിശോധന നടത്തുന്നതും. ഭൂപ്രകൃതിയിൽ എത്രയോ മാറ്റങ്ങൾ വന്നിരിക്കാം ആ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വെല്ലുവിളികളും ഇല്ല ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ. അത് കൃത്യമായ ഒരു സ്ഥലത്ത് തന്നെ പരിശോധിക്കാതെ അതിന് ചുറ്റുപാടും ഒക്കെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതെ അശ്വതി, 1-ലും 2-ലും, അതായത് 1-ാമത്തെ പോയിന്റിലും 2-ാമത്തെ പോയിന്റിലും ഈ അന്വേഷണ സംഘം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അതായിരുന്നു. കാരണം അവിടെ വലിയ തോതിലുള്ള നിർമ്മിതി നടന്നിട്ടുണ്ട്, വികസനം നടന്നിട്ടുണ്ട്. അതെല്ലാം ഈ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്തിന് മുകളിലാണ്. പ്രത്യേകിച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണ് ഈ ഭാഗങ്ങളിൽ വ്യാപകമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിശോധന, ആ ഭാഗത്ത് മണ്ണ് കുഴിച്ചുള്ള പരിശോധന വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രമല്ല ഈ നേത്രാവതി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും ആ മേഖലയിൽ തടസ്സമുണ്ടാക്കി. പക്ഷേ വനമേഖലയിലെ അവസ്ഥ അതല്ല. ആ ഭാഗങ്ങളിൽ നമുക്കത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വനത്തിന് അകത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ കാര്യങ്ങൾ SIT തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഏത് സമയത്ത് അവർ ഉചിതമായ സമയത്ത് മാത്രമേ അത്തരം കാര്യങ്ങൾ പുറത്തു പറയൂ. നിലവിൽ
എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചെന്ന കാര്യത്തിൽ നമുക്ക് SITയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണവുമില്ല. വെല്ലുവിളി ഏറെയുള്ള ഒരു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ഒരു ചുരുളരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ വെല്ലുവിളി ഏറെയുണ്ട്. അന്വേഷണ സംഘത്തിന് വെല്ലുവിളി ഏറെയുണ്ട്. അപ്പോഴും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ അത് വളരെ കൃത്യമാണ്. അത് 6ാമത്തെ പോയിന്റിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്ത് നിന്ന് തന്നെ ഇത്തരത്തിലും മൃതദേഹം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ആളുകളെ ഇപ്പോൾ ഈ സംഘത്തിൽ ചേർത്തിരിക്കുന്നു. 8ഓളം ഈ കൂടുതൽ ആളുകളെ ചേർത്ത് ഇത് വിപുലീകരിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. DGP കൃത്യമായി ഓരോ കാര്യങ്ങളും ഇതിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തി തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. എന്നാലും ഇനി വരുന്ന ഒരു നാളെയും അതുപോലെ മറ്റു ദിവസങ്ങളിലും എന്താണ് SIT ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? കാരണം എത്ര പരാതികൾ ധർമ്മസ്ഥലയിൽ, മംഗളൂരുവിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലെ ഈ ഹെൽപ്പ് ഡെസ്കിലും വന്നിട്ടുണ്ട്. അതും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3ഓളം പരാതികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം രഹസ്യ സ്വഭാവമാണ്. രഹസ്യമായി മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ. അത് പുറത്ത് പറയാതെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ SIT മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊണ്ട് തന്നെ ഇവരെ ആരും വെളിപ്പെടുത്താൻ അവർക്ക് ആഗ്രഹമില്ല, ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ആഗ്രഹമില്ല. പക്ഷെ അവരുടെ പരാതി അവിടെ നൽകിയിട്ടുണ്ട്. എന്നാലും അതിലും ഒരു അന്വേഷണം ഉണ്ടാവും. അവരാരൊക്കെയാണ് കാണാതായത്, ഏത് കാലഘട്ടത്തിലാണ് കാണാതായത്, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണം ഉണ്ടാവും. നിലവിൽ ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകൾ ഏറ്റവും നിർണായകമായിരിക്കും. അതായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കും ഗതി നിർണ്ണയിക്കുക. അശ്വതി. ശരി, KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 8ാമത്തെ പോയിന്റിൽ, സാക്ഷി പറഞ്ഞ 8ാമത്തെ പോയിന്റിൽ തെരച്ചിൽ തുടരുകയാണ്.